ഹായ് വെൽക്കം ടു അനദർ വീഡിയോ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോളിനോമിയൽസ് ആൻഡ് ഈക്വേഷൻസ്, അതായത് ബഹുപദങ്ങളും സമവാക്യങ്ങളും എന്ന് പറയുന്ന പാഠഭാഗത്തെ ഏറ്റവും അവസാനത്തെ ചോദ്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ ഏറ്റവും അവസാനത്തെ പേജ് നമ്പർ 206 അഞ്ചാമത്തെ ക്വസ്റ്റൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു ചോദ്യം ചെയ്തു കഴിഞ്ഞു, അതിൽ രണ്ടാമത്തെ സബ് ക്വസ്റ്റൻ ആണ് ചെയ്യുന്നത്. എന്താ കണ്ടീഷൻ? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, നോക്കിക്കോ. ഇതൊരു ചതുരാണ്. ഓക്കെ. ഈ ചതുരത്തിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 28 സെന്റിമീറ്റർ ആണ്. പെരിമീറ്റർ എന്ന് പറയുന്നത് 28 സെന്റിമീറ്റർ ആണ്. പെരിമീറ്റർ കേട്ടോ. പെരിമീറ്റർ എന്ന് പറയുന്നത് ചുറ്റളവല്ലേ? ചുറ്റളവ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 28 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പെരിമീറ്റർ കേട്ടോ. ചുറ്റളവ് 28 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വികരണം ഡയഗണൽ 10 സെന്റിമീറ്റർ ആവാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. 10 സെന്റിമീറ്റർ ആവാനായിട്ടുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, നമുക്കറിയാം പെരിമീറ്റർ എന്ന് പറയുന്നത് ഈ എല്ലാ വശങ്ങളും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതല്ലേ പെരിമീറ്റർ എന്ന് പറയുന്നത്. പെരിമീറ്ററിന്റെ മലയാളം തൊട്ടാ ചുറ്റളവ് എന്നുള്ളതാണ്. ചുറ്റളവ് എന്ന് പറയുന്നത് ചുറ്റുമുള്ള അളവല്ലേ. ഇതും ഇപ്പൊ ഞാൻ ഇതിന് എക്സ് എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഇതിന് ഞാൻ എക്സ് എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് വൈ എന്ന് പറയാം, ഇതിന് നമുക്ക് എങ്ങനെ എക്സ് എന്ന് പറയാം, ഇതിന് നമുക്ക് വൈ എന്ന് പറയാം. അപ്പൊ എങ്ങനെ ചുറ്റളവ് കാണുന്നേ? എല്ലാ ചുറ്റുള്ള എല്ലാതും കൂട്ടിയാൽ പോരെ? എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? എക്സ് പ്ലസ് വൈ പ്ലസ് വൈ. എത്ര എക്സ് ഉണ്ട് ടോട്ടൽ? 2x ഉണ്ട് അല്ലെ. 2x പ്ലസ് എത്ര വൈ ഉണ്ട്? 2y ഉണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. 2ന് നമുക്ക് കോമൺ ആയിട്ടുള്ളത് കൊണ്ട് പുറത്തെടുക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2 into x plus y. 2 into x plus y. അത് ഇതിനാണ് എന്തെന്ന് പറയുന്നത്? ചുറ്റളവ് എന്ന് പറയുന്നത്. അത് എത്രയാണ് തന്നിട്ടുണ്ട്? നമുക്ക് തന്നിട്ടുള്ളത് അതൊരു 28 ആണ് തന്നിട്ടുണ്ട്. 28 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? 2x plus y is equal to 28 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചോദ്യം. അതിൽ ഡയഗണൽ 10 സെന്റിമീറ്റർ ആവാനായിട്ടുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ശ്രദ്ധിച്ചോളൂ കേട്ടോ, ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇതാ സ്റ്റെപ്പുകൾ ഇതേപോലെ തന്നെ ഫോളോ ചെയ്യണം. ഇവിടെ എക്സ് പ്ലസ് വൈ ഉണ്ട്, ഇവിടെ 2 ഉണ്ടല്ലോ. ഈ 2യുടെ ഇൻഡു ആയിട്ടല്ലേ കിടക്കുന്നത്. ഈ ഇൻഡു ആയിട്ട് കിടക്കുന്ന സംഭവം ഈക്വലിന്റെ അപ്പുറത്തോട്ട് വന്ന സമയത്ത് ഡിവിഷൻ ആവും, നമുക്കറിയാം. അപ്പൊ ഇവിടെ ബാക്കി എന്തുണ്ട്? ഇവിടെ ബാക്കി എക്സ് പ്ലസ് വൈ ഉണ്ട്. നോക്കിക്കോളൂ, എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു, ഇവിടെ ഓൾറെഡി എന്തുണ്ട്? 28 ഉണ്ടായിരുന്നു. ഇവിടെ ഇൻറ്റു ആയിട്ട് കിടക്കുന്ന 2 ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അത് എന്തായി മാറും? ഡിവിഷൻ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം 2ൽ 2 ഒരു പ്രാവശ്യം, 8ൽ 2 4 പ്രാവശ്യം, 14. സോ നമുക്ക് പറയാം എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 14 ആണെന്ന്. മനസ്സിലായി? എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ അതായത് എക്സും വൈയും കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ 28 ആണ്. അതില് ഈ എക്സും ഈ വൈയും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താന്ന് പറഞ്ഞു? 14 ആണ്. ഡെഫിനറ്റ്ലി ഈ എക്സും ആ കിടക്കുന്ന വൈയും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് 14 ആണ്. ഇവിടെ നമുക്കറിയാം 2 ചരങ്ങൾ കിടക്കുന്നുണ്ട്, 2 വാരിയബിൾസ് ഉണ്ട്. എക്സ് എന്ന് പറയുന്ന വാരിയബിളും ഉണ്ട്, വൈ എന്ന് പറയുന്ന വാരിയബിളും ഉണ്ട്. നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് 2 വാരിയബിൾ 3 വാരിയബിൾ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഒരൊറ്റ വാരിയബിൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഒന്നുകിൽ എക്സ് അല്ലെങ്കിൽ വൈ, അത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ നമുക്കറിയാം, അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം മതി. ഇവിടെ ഇതിന് എക്സ് എന്ന് പറഞ്ഞു, ഇതും എക്സിനെ റിലേറ്റഡ് എന്തെങ്കിലും പേര് കൊടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. വൈ എന്നുള്ള പേര് ഒഴിവാക്കിയിട്ട് എക്സ് റിലേറ്റഡ് പേര് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം. നോക്കിക്കേ, എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 14 ആണെങ്കിൽ വൈ ഇസ് ഈക്വൽ ടു വൈനെ ഒറ്റയ്ക്ക് നിർത്തി വൈ ഇസ് ഈക്വൽ ടു ഇവിടെ എന്ത് കിടക്കുന്നുണ്ട്? ഓൾറെഡി 14 കിടക്കുന്നുണ്ട്. ഇവിടെ കിടക്കുന്ന ഈ പ്ലസ് എക്സ് ഉണ്ടല്ലോ, അത് ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് എന്താവും? അത് മൈനസ് എക്സ് ആവും. അപ്പൊ നമുക്ക് എന്ത് പറയാം? വൈ ഇസ് ഈക്വൽ ടു 14 മൈനസ് എക്സ് എന്ന് പറഞ്ഞു. അതായത് ഇവിടെ കിടക്കുന്ന വൈന്റെ സ്ഥാനത്ത് ഞാൻ ഇത് മാറ്റിയിട്ട് വൈ മാറ്റിയിട്ട് എനിക്ക് എന്ത് എഴുതാൻ പറ്റും? 14 മൈനസ് എക്സ് എന്ന് എഴുതാം. അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ചരം മാറ്റിയിട്ട് ഒരൊറ്റ ചരമായി. ചരം എന്ന് പറഞ്ഞാൽ വാരിയബിൾ ആണ് കേട്ടോ. ഇവിടെ എക്സ് എന്ന് പറഞ്ഞ വാരിയബിൾ ഉണ്ടായിരുന്നു, വൈ എന്ന് പറഞ്ഞ വാരിയബിൾ ഉണ്ടായിരുന്നു. 2 വാരിയബിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ക്വസ്റ്റൻസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റും, പക്ഷെ ഇപ്പൊ ഈ പറയുന്ന കാര്യത്തിൽ നമുക്ക് പറ്റില്ല. ഡെഫിനറ്റ്ലി എന്താക്കണം? ഒരൊറ്റ ചരമാക്കി മാറ്റേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തത്. സോ വൈക്ക് പകരം നമ്മൾ എന്ത് എഴുതി? 14 മൈനസ് എക്സ് എന്ന് എഴുതി. ക്ലിയർ ആണല്ലോ? ഇതുവരെ മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഒന്ന് ചെയ്യാം. അപ്പൊ ഇതുവരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ ഇതിനെ ഒന്ന് ചെറുതാക്കിയിട്ട് ഒരു ഭാഗത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത്രയും ഭാഗം മനസ്സിലായിരിക്കുന്നു. ഇതോട്ടിരിക്കട്ടെ. ഓക്കെ, വിസിബിൾ ആണല്ലോ? മനസ്സിലായല്ലോ? ഫസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റെപ്പ് ഇതാണ് കേട്ടോ. ഓക്കെ, ഇതാണ് സ്റ്റെപ്പ് ഫസ്റ്റ് ചെയ്തിട്ടുള്ളത്.
ക്ലിയർ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഭാഗം ചെയ്യാം. ഇവിടെ എന്തെങ്കിലും ചെയ്യണം നോക്കിക്കേ. ഇതുവരെ ക്ലിയർ ആണല്ലോ, കൺഫ്യൂഷൻ ഒന്നുമില്ല. ഓക്കെ, ഈ ഒരു ചതുരം നോക്കുന്ന സമയത്ത് ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇങ്ങനെയല്ലേ ഇപ്പൊ കിട്ടിയിട്ടില്ലേ? നോക്കിക്കേ, ഈ ഒരു പീസ് നമുക്ക് ടോട്ടല് നമുക്ക് ആ അളവുകൾ കൊടുത്തുള്ള പീസ് മാത്രം നോക്കിക്കേ, ഇങ്ങനെയല്ലേ കിടക്കുന്നത്? ഈ പീസ് നോക്കിയേ, കണ്ടോ? ഈ പീസ്, ആ പീസ് മാത്രം നോക്കുക. ആ പീസ് എങ്ങനെയാണ് കിടക്കുന്നത് നോക്കിക്കേ. ആ പീസ് ഇതേപോലെ കിടക്കുന്നത്. ഇവിടെ 10 സെന്റിമീറ്റർ ആവാൻ സാധ്യത ഉണ്ടോ എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ 14 മൈനസ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 14 മൈനസ് എക്സ്, 14 മൈനസ് എക്സ്. ഇത് ഒരു ത്രികോണം ഷേപ്പിലല്ലേ കിടക്കുന്നത്? ത്രികോണം ഷേപ്പിലാണ് കിടക്കുന്നത്. ത്രികോണം എന്ന് പറഞ്ഞാൽ എന്തുട്ടാ? ട്രയാങ്കിൾ അല്ലേ? എന്ത് ട്രയാങ്കിൾ ആയിട്ടാണ് കിടക്കുന്നത്? ഇതൊരു മട്ട ത്രികോണമായിട്ടാണ് കിടക്കുന്നത്. മട്ട ത്രികോണം എന്ന് പറഞ്ഞാൽ എന്തുട്ടാ? ഒരു ആംഗിള് 90 ഡിഗ്രി, ഒരാംഗിൾ 90 ഡിഗ്രി. ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ആ 90 ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിനെ പറയുന്നതാണ് ഹൈപ്പോടെന്യൂസ് എന്ന് പറയുന്നത്. ഹൈപ്പോടെന്യൂസ്, അല്ലെങ്കിൽ എന്ത് പറയാം മലയാളത്തിലാണെങ്കിൽ കർണം എന്ന് പറയാം. കർണം. താഴെ കിടക്കുന്നതാണ് പാദം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ എന്തെന്ന് പറയാം? ബേസ് എന്ന് പറയാം. ഇതിനെയാണ് ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ എന്ന് പറയാം, ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഉയരം എന്ന് പറയാം, ലംബം എന്നൊക്കെ പറയാം കേട്ടോ. ഉയരം, ലംബം എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. ഏതാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ തന്നിട്ടുണ്ട് ഇത് എക്സ് ആണ്, ഇത് എക്സ് ആണ്, ഇത് 10 ആണ്, ഇത് 14 മൈനസ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ചിട്ട് എന്താ പൈതഗോറസ് സിദ്ധാന്തത്തിൽ പറയുന്നേ? കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ക്ലിയർ ആണല്ലോ? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ക്ലിയർ? ഓക്കെ, ഞാനത് ഇതിനെ ഒന്ന് ചെറുതാക്കിയിട്ട് ഒന്നൊരു ഭാഗത്ത് വയ്ക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം, ഇതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അറിയാലോ, ഇംഗ്ലീഷുകാർക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞാലോ, കർണം സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടിനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ. പെർപെൻഡിക്കുലർ തന്നെയാണ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഉയരം എന്നോ ലംബം എന്നോ ഒക്കെ പറയാം. ഓക്കെ, അപ്പൊ കർണം എന്താ എടുക്കുന്നത്? അവിടെ 10 അല്ലേ എടുക്കുന്നത്? സോ നമുക്ക് എഴുതാം 10ന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം എത്രയാണ് എടുക്കുന്നത്? പാദം എന്ന് പറഞ്ഞാൽ എക്സ് അല്ലേ? എക്സ് സ്ക്വയർ. ലംബം എന്താ എടുക്കുന്നത്? 14, അവിടെ പ്ലസ് ഇട്ടു, 14 മൈനസ് എക്സ്, 14 മൈനസ് എക്സ് ദി ഹോൾ സ്ക്വയർ. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യം മനസ്സിലായല്ലോ? ഈ 10ന്റെ സ്ക്വയർ നമുക്ക് എന്തെന്ന് എഴുതാം? 10ന്റെ സ്ക്വയറിന് 100 എന്ന് എഴുതാം. 100 പിന്നെ എക്സ് സ്ക്വയർ പ്ലസ് ഈ 14 മൈനസ് എക്സ് ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഏത് ഫോർമാറ്റിലാണ് കിടക്കുന്നത്? ഏത് ഫോർമാറ്റിലാണ് കിടക്കുന്നത്? ഇത് കിടക്കുന്നത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോർമാറ്റിൽ കിടക്കുന്നത്. എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചതായിരുന്നു എ മൈനസ് ബി ഹോൾ സ്ക്വയർ, എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഓക്കെ അല്ലേ? ആ രീതിയിലോട്ട് ഇതിനൊന്ന് മാറ്റി എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതാണല്ലോ എ എന്ന് പറയുന്നത്, 14ന്റെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 14 തന്നെയാണ്, ഇൻറ്റു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആണ്. ഓക്കെ, അപ്പോൾ പ്ലസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ. ഇങ്ങനെ എഴുതാം. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ എഴുതി. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇവിടെ നിന്ന് വായിക്കുന്നുണ്ട്. നമുക്ക് അറിയുന്നതാണല്ലോ, ഇതറിയാലോ. എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആണെങ്കിൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. നമുക്ക് അറിയുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ എഴുതി. അപ്പൊ നമുക്ക് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കിക്കേ. 100 ഇസ് ഈക്വൽ ടു, ഇവിടെ ഒരു എക്സ് സ്ക്വയർ എടുക്കുന്നുണ്ട്, അവിടെ ഒരു എക്സ് സ്ക്വയർ എടുക്കുന്നുണ്ട്. ടോട്ടൽ എത്ര എക്സ് സ്ക്വയറുകൾ ഉണ്ട്? 2 എക്സ് സ്ക്വയറുകൾ ഉണ്ട്. 2x സ്ക്വയർ പ്ലസ്, അതായത് ഈ എക്സ് സ്ക്വയറും ആ എക്സ് സ്ക്വയറും നമ്മൾ എഴുതിയിട്ടാ. ഓക്കെ, ഈ എക്സ് സ്ക്വയർ എഴുതി, ഈ എക്സ് സ്ക്വയർ എഴുതി, 2x സ്ക്വയർ. ഇനി ബാക്കി എന്തുണ്ട് നോക്കിക്കേ. ഇവിടെ 14, ഇവിടെ പ്ലസ് ഇട്ടു, 14ന്റെ സ്ക്വയർ, 14ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 14 ഇൻറ്റു 14 ആണ്. അത് എത്ര കിട്ടുക നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ? 14 ഇൻറ്റു 14 എന്ന് പറയുമ്പോൾ 196 കിട്ടും. ചെയ്ത് നോക്കിക്കോളൂ, 196 കിട്ടും. ഞാനത് സെപ്പറേറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല, 196 കിട്ടും. ഓക്കെ, അപ്പൊ ഇതാ 14 സ്ക്വയർ 196 മൈനസ് 2 ഇൻറ്റു 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 28 ആണ്. 28 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 28 എക്സ് ആണ്. മനസ്സിലായല്ലോ? സോ 100 ഇസ് ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 196 മൈനസ് 28x. ഓക്കെ, ഈ 100 ഞാൻ അവിടെ എഴുതുന്നുണ്ട്.
ഒന്നുമില്ല, ഈ 100 ഞാൻ അങ്ങോട്ടേക്ക് ചുമ്മാ ഒന്ന് മാറ്റി എഴുതുന്നുണ്ട്. വേറെ ഒന്നും ഇല്ല കേട്ടോ, പ്രത്യേകിച്ച് അവിടെ വലിയ റൂളും കാര്യങ്ങളൊന്നുമില്ല. ഞാനത് ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതുന്നു. എസ് 100 അവിടെ നിന്നുള്ള 100 കണ്ട് എഴുതി, അത്രേ ഉള്ളൂ. മനസ്സിലായോ? ഇതുവരെ മനസ്സിലായോ? നോക്കിക്കേ, ഇതുവരെ ക്ലിയർ ആണോ നോക്കിക്കേ. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമാറ്റ് വെച്ചിട്ട് നമുക്ക് നോക്കിക്കേ, 2x² + 196 ഇങ്ങനെയല്ല ഫോർമാറ്റ്. ഈ സാധനം, അതായത് എന്തിന്റെ കൂടെ എക്സ് ഉള്ള സാധനമാണ് ഇവിടെ ഇരിക്കാറ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒന്ന് മാറ്റി എഴുതാണ്. സെയിം സംഭവം 2x², ഇതിനെഴുതാം, പിന്നെ -28x, പിന്നെ ഇതിനെഴുതാം +196 = 100 എന്നെഴുതി. ഇനി ആ 100 ഇങ്ങോട്ട് കൊണ്ടുവരാലോ. ഓക്കെ, യെസ്. ഇനി ആ 100നെ ഈക്വലിന്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് എഴുതാം 2x² -28x +196. ഈ ഇവിടെ പ്ലസ് ആയിട്ട് കിടക്കുന്ന സംഭവം ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് എന്താവും? മൈനസ് ആവും. = 0 എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് കാൽക്കുലേഷൻ ചെയ്യാം. 2x² -28x +196 നിന്ന് 100 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 96 = 0. ഇതെങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഈക്വേഷൻ വെച്ച് ചെയ്യാം. ആൻഡ് ഈക്വേഷൻ വെക്കുന്നതിന് മുന്നേ ഇതിപ്പോ ഒരു കുറച്ച് വലിയ സംഖ്യയായിട്ടല്ലേ എടുക്കുന്നത്, അതിനൊന്ന് ചെറുതാക്കാം. ചെറുതാക്കാനായിട്ട് എന്ത് ചെയ്യാം? എല്ലാത്തിനും, ഈ എല്ലാ ഭാഗങ്ങളെയും നമുക്ക് എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാം? നമുക്കൊരു 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ /2 കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇതിനൊന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ചെറുതാക്കാതെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ നമ്മളൊന്ന് ചെറുതാക്കിയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഈ കിടക്കുന്ന എല്ലാ കമ്പോണന്റുകളെയും നമ്മൾ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. ഇത് ഡിവൈഡ് ചെയ്തപ്പോൾ ഇനി അവിടെ ഒന്നുമില്ല, 2 കട്ടായി പോയി. ഇവിടെ 28x ഉണ്ട്. ഓക്കെ, അതെന്താവും? അവിടെ 14 ആവും, പകുതിയാവും. ഓക്കെ, ഇവിടെ 96 ഉണ്ട്. 96ന്റെ പകുതി എത്രയാണ് വരുന്നത്? 48 അല്ലേ? 48 × 2, ഒരു 8 2 16 6 ബാക്കി 1 96, 48. ഇവിടെ എന്ത് വരും? 48 = ഓക്കെ. അപ്പൊ നമുക്ക് ഇതൊന്നും എഴുതാം. ഇത് ക്ലിയർ ആണല്ലോ? ഇതുവരെ മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാം? തന്നെ നെക്സ്റ്റ് പേജിൽ എഴുതണോ? ഇവിടെ അറേഞ്ച് ചെയ്താൽ മതിയോ? ഇവിടെ അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഒരു മിനിറ്റ് ഒന്ന് ചെറുതാക്കുന്നുണ്ടേ. ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ ചെറുതാക്കി എഴുതാണ്. എന്ത് എഴുതി? നമുക്ക് ബാക്കി എഴുതാം. x² -14x +48 = 0. ഇനി നമ്മുടെ ഈക്വേഷൻ അപ്ലൈ ചെയ്യാം. എന്താ നമ്മൾ ഈക്വേഷൻ? നമ്മൾ പഠിച്ചിട്ടുള്ള ഈക്വേഷൻ എന്താ? x = -b ± √b² - 4ac / 2a. ഓക്കെ, ഇതിൽ a ഏതാ? ഇതാ a എന്ന് പറഞ്ഞാണ് ഈ സാധനം. a എന്ന് പറഞ്ഞാൽ ഇവിടെ വല്ലതും കാണുന്നുണ്ടോ? ഇവിടെ ഒന്നും കാണുന്നില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ a എന്ന് പറഞ്ഞ എന്താണെന്ന് മനസ്സിലാക്കാം. a എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇവിടെ ഒന്നും പ്രത്യേകിച്ച് എഴുതിയിട്ടില്ല, x മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് 1 ആണെന്ന് അർത്ഥം. ഇനി b എന്തുട്ടാ? b എന്ന് പറഞ്ഞാൽ -14 ആണ്. ഇതിനെ തൊട്ട് മുന്നത്തെ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കണം കേട്ടോ. -14 ആണ്. ഇനി c എന്ന് പറഞ്ഞാൽ എന്തുട്ടാ? c എന്ന് പറഞ്ഞാൽ 48 ആണ്. ഇനി നേരെ എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇത് നേരെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് ചെയ്യാലോ. ഞാൻ ഇത് എടുത്തിട്ടാണ് ഇനി ചെയ്യുന്നത് കേട്ടോ. ഈ പീസ് എടുത്തിട്ട് നമുക്ക് പുതിയൊരു ഫ്രഷ് പേജിൽ ചെയ്യാം. ശ്രദ്ധിച്ചോളൂ. എന്തായിരുന്നു നമ്മുടെ ഈക്വേഷൻ? എന്തായിരുന്നു? x = -b ± √b² - 4ac / 2a. അപ്പൊ നമുക്ക് എഴുതാം x = ഇവിടെ -b എന്നല്ലേ പറഞ്ഞിട്ടില്ലേ? -b എന്നല്ലേ പറഞ്ഞിട്ടില്ലേ? -b എന്ന് പറഞ്ഞാൽ അതിന് പകരം നമുക്ക് എന്ത് എഴുതാം? a b c എന്താണ് നമ്മൾ എഴുതിയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. a എന്താണ്, b എന്താണ്, c എന്താണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. a = 1 ആണെന്നല്ലേ പറഞ്ഞിട്ടില്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം b = എന്താണെന്ന് പറഞ്ഞു? b = ഇതാണ് എടുക്കുന്നത്, 14 ആണ്. സോ മൈനസ് ഇവിടെ ഉണ്ട് ഓൾറെഡി. -14 ക്ലിയർ ആണല്ലോ? -14. ഇനി എന്തുട്ടാ? ± √b² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -14ന്റെ ഹോൾ സ്ക്വയർ -4ac എന്ന് പറഞ്ഞാൽ 4 × a എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് അറിയാം, ഇൻറ്റു c എന്ന് പറഞ്ഞാൽ എത്രയാണ്? 48 ആണ്. all / 2a, that is 2 × 1. ഓക്കെ, സോ സിംപ്ലിഫൈ ചെയ്യാം.
മൈനസ് എന്താവും, പ്ലസ് ആവും. അതായത് 14 ± √ 14 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതിയതായിരുന്നു. 14 സ്ക്വയർ നമ്മൾ കണ്ടെത്തിയിരുന്നത് 196 അല്ലേ, 196 മൈനസ് 4 × 1 എന്ന് പറയുമ്പോൾ 4 ആണ്, ഇൻറ്റു 48 എന്ന് പറയുമ്പോൾ 48 × 4, ഒരു 8 8 2 16 32 32 2 ബാക്കി 3 3 4 12 4 16 16 17 19 192 ഓൾ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യാലോ. ഓക്കെ, ഇസ് ഈക്വൽ ടു 14 ± √ 196 നിന്ന് 192 കുറച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 4 ആണ്, ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അടുത്ത ഭാഗം ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇനി ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ 4 എന്ന് പറയുന്നത് എന്തിൻ്റെതാണ്, കട്ട് ചെയ്യാലോ. 4 എന്ന് പറയുന്നത് എന്തിന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ ആണ്. സോ ഇത് പോയി ഇവിടെ എത്ര വരും, 2 എന്ന് വരും. അതായത് 14 ± ഇവിടെ 4ന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 2 ആണ്, ബൈ 2. ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇതിന് എന്ത് എഴുതാം, 2 പീസായിട്ട് എഴുതാലോ. എങ്ങനെ എഴുതാം, 14 + 2/2 എന്നും എഴുതാം, 14 - 2/2 എന്നും എഴുതാം. ഓക്കെ, ഇങ്ങനെ എഴുതുന്ന സമയത്ത് 14 + 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 16 ഡിവൈഡഡ് ബൈ 2 = 8 എന്നും, 14 - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12/2 = 6 എന്നും കിട്ടും. അതായത് നീളം എന്തെന്ന് കിട്ടി, നീളം എന്ന് പറയുന്നത് 8ഉം അതുപോലെ തന്നെ വീതി എന്ന് പറയുന്നത് 6ഉം കിട്ടി. ഇത് തിരിച്ചും പറയാം കേട്ടോ, വീതി = 8 എന്നും നീളം = 6 എന്നും എങ്ങനെ വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം ഒരെണ്ണം ഇതാ ഈ സംഭവം കേട്ടോ. ഇത് ഞാനത് നോക്കിക്കേ, ഇത്രയും കാൽക്കുലേഷൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടി ഇത് 8ഉം ഇത് എത്ര വരാം, 6ഉം വരാൻ സാധ്യതയുണ്ട്. അതായത് ഇങ്ങനെ ഒരു ചതുരം സാധ്യതയുണ്ട്. എന്താണ് സാധ്യത പറഞ്ഞേ, എക്സ് എന്ന് പറഞ്ഞ 8ഉം ഇത് 6ഉം ഇത് ഡയഗണൽ വന്നിട്ട് 10 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു എണ്ണത്തിന് സാധ്യതയുണ്ട്, ഒരു ചതുരം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇത് സാധ്യതയുണ്ട്, ശരിയാണ്. മനസ്സിലായല്ലോ, നമ്മൾ തൊട്ട് മുന്നേ ചെയ്തിട്ടുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല, കാരണം റൂട്ടിന്റെ ഉള്ളിൽ എന്ത് വന്നു, നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു. സോ സാധ്യത ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നിട്ടുള്ളത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. സോ ഇതിന് സാധ്യതയുണ്ട്. ഇതിൽ ഒരു ചോദ്യം കൂടി ഉണ്ട്. ഇതിന് പകരം ഈ 10 സെന്റിമീറ്ററിന് പകരം 14 സെന്റിമീറ്റർ ആണെങ്കിൽ സാധ്യതയുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ട്. 14 ആണെങ്കിൽ സാധ്യതയുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ട്. അതുകൂടി നമുക്ക് ചെയ്യാം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ഞാൻ റബ്ബ് ചെയ്യുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അതില്ലേ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് എവിടെ മുതലാണ് മാറ്റണ്ടേ. ഓക്കെ, സോ ഇത് ഫുള്ള് ഫ്രഷ് ആയിട്ടൊന്നും ചെയ്യണ്ട. ഇവിടെ മുതൽ നമുക്ക് ഫ്രഷ് ആയിട്ട് ചെയ്യാം. ഇതാ ചുറ്റളവ് 28 ഇങ്ങനെ സാധ്യത ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇതൊക്കെ ബാക്കിയൊക്കെ അതുപോലെ തന്നെയാണ് കേട്ടോ. നമുക്ക് എന്ത് എഴുതാം, 2 × x + y = 28. x + y = 28. ഓക്കെ, അങ്ങനെയാണെങ്കിൽ x + y = 28 ഡിവൈഡഡ് ബൈ 2 = 14. ഇതൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. സോ x + y = 14 ആണെങ്കിൽ y = 14 - x. ഓക്കെ, അതൊക്കെ കറക്റ്റാണ്, നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള അതേപോലെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം, ഇത്രയും കാര്യങ്ങൾ എഴുതി. ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള അതേപോലെ തന്നെയാണ്. ഇനി എന്ത് എഴുതാന്ന് പറഞ്ഞു, ഇനി നമുക്ക് എഴുതാം. നോക്കിക്കേ, x² ഇതിനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സ്ക്വയർ കിട്ടും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും, ഇവിടെ x² + 14 - x ² = 14 അല്ലേ, 14ന്റെ സ്ക്വയർ എന്ന് എഴുതാം. സോ നമുക്ക് എഴുതാം x² പ്ലസ് ഇത് ഏത് ഫോമിലാണ്, സ്ക്വയർ. a² എന്ന് പറയുമ്പോൾ 14ന്റെ സ്ക്വയർ, a² - 2ab a² - 2ab + b² = 14ന്റെ സ്ക്വയർ. അപ്പൊ നമുക്ക് എഴുതാം, ഇവിടെ ഒരു x² ഉണ്ട്, ഇവിടെ ഒരു x² ഉണ്ട് എന്ന് പറഞ്ഞു. നമുക്ക് എന്ത് എഴുതാം, 2x² പ്ലസ് 14 നമ്മൾ എത്ര പറഞ്ഞു, 196 അല്ലേ, 196 മൈനസ് 28x = 14 സ്ക്വയർ എന്ന് പറഞ്ഞത് 196 ആണ്. ഓക്കെ, 196 ആണ്. അപ്പോൾ നമുക്ക് എഴുതാം, ഇതിലൊന്ന് മാറ്റി എഴുതുന്നുണ്ട് കേട്ടോ.
2x square minus 28x plus 196 is equal to 196. ഇതാ ഇതിനൊന്ന് ഞാൻ മാറ്റി എഴുതുന്നുണ്ട് കേട്ടോ. എങ്ങനെ എഴുതുന്നത്? 2x സ്ക്വയർ, അതിനുശേഷം ഇത് എഴുതി മൈനസ് 28x പ്ലസ് 196 is equal to 196 ആണ്. ഈ 196 ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് മൈനസ് 196 ആവും, is equal to 0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം 2x സ്ക്വയർ മൈനസ് 28x, ഇത് രണ്ടും പോകില്ലേ, is equal to 0 എന്ന് കിട്ടി. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം, ചെറുതാക്കാം. അതിനുവേണ്ടി 2 വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് പോയി, ഇവിടെ നമുക്ക് 14 കിട്ടി. സോ നമുക്ക് എഴുതാം എക്സ് സ്ക്വയർ മൈനസ് 14x is equal to 0 എന്ന് കിട്ടി. ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, അവിടെ എക്സ് ഉണ്ട്. അതായത് എക്സ് അവിടെയും ഇവിടെ കോമൺ ആയിട്ട് കിടക്കുന്നുണ്ട്. ഇവിടെ ഒരു എക്സ് ഉണ്ട്, അവിടെ ഒരു എക്സ് ഉണ്ട്, 2x ഉണ്ട് കേട്ടോ. ഇവിടെ 2x അവിടെ ഒരു എക്സും ഉണ്ട്. സോ എക്സിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം, കോമൺ ആയിട്ടുള്ളതുകൊണ്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? ഇവിടുത്തെ ഒരു എക്സിനെ പുറത്തേക്ക് എടുത്തു, ബാക്കി എക്സ് മൈനസ് 14 is equal to 0. ഓക്കെ, അതായത് എക്സ് എന്ന് പറയുന്ന ഒരു സംഖ്യയും എക്സ് മൈനസ് 14 എന്ന് പറയുന്ന വേറൊരു സംഖ്യയും ഇൻഡ്യൂ ചെയ്തപ്പോൾ 0 കിട്ടണമെങ്കിൽ ഒന്നുകിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കണം? എക്സിന്റെ വാല്യൂ ഒന്നുകിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ എക്സ് മൈനസ് 14ന്റെ വാല്യൂ 0 ആയിരിക്കണം. ഓക്കെ, എക്സ് മൈനസ് 14ന്റെ വാല്യൂ 0 ആയിരിക്കണം. മനസ്സിലായോ? എക്സ് മൈനസ് 14 0 ആവണമെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് പ്ലസ് 14 ആയിരിക്കണം. മനസ്സിലായോ? അപ്പൊ നമുക്ക് രണ്ട് സാധ്യതകളാണ് കിട്ടിയിട്ടുള്ളത്. എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ എക്സിന്റെ വാല്യൂ 14 എന്നും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതാ 0 14 കിട്ടിയിട്ടുള്ളത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ 14 കൊടുത്തു എന്ന് വിചാരിച്ചോ. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ടായിരുന്നത്? 14 മൈനസ് എക്സ് എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എക്സിന് 14 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് എഴുതിയിട്ടുണ്ടായിരുന്നു? ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു 14 മൈനസ് എക്സ് എന്നാ. അതായത് എക്സിന്റെ വാല്യൂ എന്തായിരുന്നു? 14 ആണ്. സോ 14 മൈനസ് 14 ഇസ് ഈക്വൽ ടു എന്ത് വരും? 0 വരും. സോ നമുക്ക് ഇങ്ങനെ ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാവുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം മുതലുള്ള ടെക്സ്റ്റ് ബുക്കിലത്തെ ചോദ്യങ്ങളെല്ലാം തന്നെ ചെയ്തു കഴിഞ്ഞായിരുന്നു. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റിൽ ചോദിക്കാം. ഞാൻ സ്പീഡായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ്സുകളെല്ലാം തന്നെ തരുന്നുണ്ടായിരിക്കും, സ്ലോയിൽ എടുക്കാവുന്നതാണ്. Okay, so that's all for today. Thank you so much for being with me. Thank you. And if you like this video, please like, share, and subscribe. Thank you.